കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ പ്ലാൻ മൊത്തം മാറിയിട്ടുണ്ട്. ബ്രെയിൻ മൊത്തത്തിൽ മാറി, ചേഞ്ചായി. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കോപ്പർ ആർമർ വെച്ചും അതുപോലെ തന്നെ കോപ്പർ ടൂൾസ് വെച്ചും നമ്മൾ ഡ്രാഗനെ തട്ടാൻ പോകുന്നു. നടക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. അയണിൻ്റെ പവർ പോലും ഇല്ലാത്ത സാധനമാണിത്. അപ്പോൾ നമുക്ക് അത് വെച്ച് തട്ടാൻ പറ്റുമോ എന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഫെയിലായാൽ ഫെയിലായി. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കാം, എന്താവും എങ്ങനെയൊക്കെ ആവും എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്രീപ്പർ ഫാം പണിയണം. നമ്മൾ ഏറ്റെടുക്കാൻ പോണതിന് മുമ്പ് എന്തായാലും ഒരു ക്രീപ്പർ ഫാം പണിഞ്ഞ് കുറച്ച് റോക്കറ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ പോകുള്ളൂ. കാരണം എനിക്ക് അവിടെ പറന്ന് വരണം. അപ്പോൾ നമുക്ക് ഏതായാലും അതൊക്കെ അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ ക്യാമറയിലൊക്കെ ഇരുന്ന് സെറ്റാക്കാൻ ഞാൻ മിക്കവാറും ക്രീപ്പർ ഫാം പണിയുന്നത് മിക്കവാറും വീഡിയോ ആക്കാനുള്ള ചാൻസ് ഇല്ല. കാരണം എനിക്ക് അടുത്ത എപ്പിസോഡ് എൻ്റെ സിറ്റി റൈഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ക്രീപ്പർ ഫാം ചെയ്യുന്ന ഡ്രാഗനെ തട്ടി വന്നിട്ട് നോക്കട്ടെ, ടൈമിനനുസരിച്ച് ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ കോപ്പർ ആർമറും ടൂൾസും സെറ്റ് ചെയ്യുന്ന നമുക്ക് നേരെ എൻഡിലോട്ട് പോയിട്ട് ഡ്രാഗനെ അങ്ങ് തട്ടാം. അപ്പോൾ നമ്മൾ എന്താ ബോയൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ബോയും പിന്നെ കുറച്ച് ആരവും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും. ചിലപ്പോൾ എൻഡർമാൻ്റെ കണ്ണിൽ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ആവശ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തോന്നടി ഇത്? ഇടയ്ക്ക് വെച്ച് എനിക്ക് കണ്ണ് കാണാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് ഏതായാലും തൽക്കാലം ഇപ്പോൾ ഹെൽമെറ്റിന് വയ്ക്കാം. നമ്മൾ എൻഡർമാൻ എന്തായാലും നമ്മൾ നോക്കുന്നുള്ള ഒരു ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് മറ്റേ പില്ലറിൻ്റെ താഴെ ഒരു സംഭവം സെറ്റ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ നോക്കിയിട്ട് നേരെ വിടാം. ഫുഡ് കുറവാണ്. ഏതായാലും നമുക്ക് നേരെ എൻഡിലോട്ട് പോവാം. നമ്മൾ പോർട്ടലും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതർ വഴി നമ്മൾ പോർട്ടലും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാത്ത ടാസ്ക് ഇല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ അവിടെ വരെ ഇൻട്രസ്റ്റ് നമ്മുടെ ടൂൾസ് ആർമർ കൊടുക്കുക, നേരെ പോയി ഡ്രാഗനെ തട്ടാം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് കോപ്പർ ആർമറിൽ നിന്ന് തട്ടും, ഡ്രാഗൻ നമ്മൾ തട്ടും, ഉറപ്പായിട്ടും തട്ടും. ഓക്കെ, നമുക്ക് നേരെ പോയി നോക്കാം ഇനി എന്തെങ്കിലും ഇവിടെ നിന്ന് എടുക്കാനുണ്ടോ. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇതിലോട്ട് കയറ്റിയിടാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാണ്ടോ നോക്കിയിട്ട് നമുക്ക് നേരെ വിടാം. പിന്നെ രണ്ടാമതായിട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഡ്രാഗൻ എന്ന് തട്ടും, എന്തായാലും തട്ടും ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മളിതാ നമ്മുടെ എൻഡ് പോർട്ടൽ കണ്ടുപിടിച്ച് അവിടെ പോർട്ടലും കണക്ട് ചെയ്തിട്ട് വെറുതെ അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ബെഡ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ബെഡ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഇട്ട് ഡ്രാഗനെ പൊട്ടിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങാനും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് സ്പീഡ് റണ്ണൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ വെക്കേണ്ട എന്തോ ഒരു സംഭവം ഉണ്ട്. നമുക്ക് നോക്കാം എന്താവും എന്നൊക്കെ നമുക്ക് നോക്കാം. ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകുമെന്നും അറിയില്ല. നമുക്കിതുകൊണ്ട് ഇത് നേരെ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കല്ലേ. അതുകൊണ്ട് എടുത്ത് ചാടും ചെയ്ത് പോക്ക്. അയ്യോ, നമുക്കിനി ബ്ലോക്ക് വെച്ച് ഇനി ഇങ്ങോട്ട് ചാടണം. അതുകൊണ്ട് ബെഡൊക്കെ ഇതിലിരിക്കട്ടെ, അതുപോലെ തന്നെ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇതിലിരുന്നോട്ടെ. എല്ലാം കൂടെ എടുത്ത് കൊണ്ടുപോകണ്ട. നമുക്ക് നോക്കാം എന്താവും, ഒരു ഐഡിയ ഇല്ല. നമുക്കിനി മണ്ടയ്ക്ക് കയറണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലോക്ക് എടുത്ത് വെച്ച് പോകണം. കയ്യിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കട്ടെ. എന്തിനാവുക എന്തോ കോപ്പറേഷൻ വലിയ വിഷയമില്ല കേട്ടോ. ബ്ലോക്ക് പൊട്ടിക്കാനൊന്നും ഞാൻ കരുതി മറ്റേ എൻഡ് സ്റ്റോൺ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പവറുള്ള പിക്കാക്സ് തന്നെ വേണം. പക്ഷെ പിക്കാക്സ് ഏതായാലും ഇത് വലിയ പൊട്ടില്ലേ. ഓക്കെ, ഏറ്റവും കുഴപ്പമില്ല, പൊട്ടുണ്ട്. എനിക്കിത് അറിയില്ലായിരുന്നു. എന്തരാവോ എന്തോ ഒരു ഡ്രാഗൻ്റെ സൗണ്ടൊക്കെ പോയാടാ. എന്തായാലും നോക്ക് എന്തിന് ഇത്രയും ബ്യൂട്ടിഫിക്കേഷനൊക്കെ. നമ്മൾ നേരെ പോയിട്ട് ക്രിസ്റ്റലും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുക ഫസ്റ്റ് തന്നെ. ഓക്കെ, ഡ്രാഗൻ അടിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ ഒരു ഇതുണ്ടാക്കി. അയ്യോ, അടിപൊളി. അപ്പോൾ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. കാരണം ഡ്രാഗനും തുപ്പിയപ്പോഴേക്കും നമ്മളെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ ഡ്രാഗൻ്റെ ഒരു അടിക്ക് നമ്മൾ ഈ കോപ്പർ ആർമറും വെച്ച് പോയിട്ട് ഒരു കാര്യമില്ല. എൻ്റെ പൊന്നു എന്തൊരു സൗണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു പണിയാണ് കിട്ടിയിട്ടുള്ളത്. നോക്കാം, ഏതായാലും നമുക്ക് നോക്കാം. ചത്ത് 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 ഇതിനെ കൊണ്ട് നമുക്ക് ക്രിസ്റ്റൽ പൊട്ടിക്കാൻ നോക്കാം. എന്തായാലും ഫസ്റ്റ് ഫുള്ള് ക്രിസ്റ്റലും കാര്യങ്ങളും ഫസ്റ്റ് തന്നെ കയറി പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഗനെ പിന്നെ മെല്ലെ മെല്ലെ കൊന്നാലും മതി. ഓക്കെ, ചാവും എന്നുള്ളൊരു ഇല്ലല്ല, ചാവും എന്തായാലും ചാവും. പക്ഷെ പേടിക്കാൻ പാടില്ല. നമുക്ക് പില്ലർ ചെയ്ത് കയറാതിരിക്കും ഒന്നുകൂടി നല്ലത്. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. അറിയില്ല,
എന്താവും അറിയില്ല. അതുകൊണ്ട് ഒട്ടും പരിചയമില്ലാത്തൊരു സംഭവമാണത്. അത് ഡ്രാഗൺ തുപ്പിയാതെ ഞാൻ വിട്ടത് പൊട്ടിയതാ. അല്ലല്ല, അത് പൊട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് മെല്ലെ അമ്പ് ചെയ്ത് നോക്കാം. ഞാൻ മറ്റേ എൻഡർമാനെ നോക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഇവിടെ ഇപ്പം തന്നെ ഉണ്ടാക്കി വയ്ക്കാം. കാരണം നമ്മൾ എൻഡർമാനെ നോക്കാനുള്ള ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട് എന്നല്ല, ചാൻസേ ഉള്ളൂ. നോക്കി 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 ഏടത്തനെ നോക്കി അല്ലേ? നോക്കി കണ്ട, നോക്കി. ഞാൻ പറഞ്ഞില്ലേ നോക്കിയെന്ന്. എനിക്ക് ഉറപ്പായിരുന്നു. ചുമ്മാ കടന്ന് പേടിച്ചിട്ടൊരു കാര്യമില്ല. ഒരു ആവശ്യമില്ലാത്തൊരു എടി പൊട്ടി. അടിപൊളി. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. മനസ്സിലായ? നമ്മളെ കൊണ്ട് പറ്റാത്ത പരിപാടിയൊന്നും അല്ല അപ്പോൾ ഇത്. നമുക്ക് മുന്നൊക്കെ ഉണ്ട്. നമുക്ക് അതുകൊണ്ട് നേരെ അതുകൊണ്ട് എന്തിനു വന്നുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ കുറേ എൻഡർപ്പുകൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്കൊരു എൻഡർമാൻ ഫാം അവിടെ ഉണ്ടാക്കണം. കാരണം നമുക്ക് എക്സ്പിക്ക് അത്യാവശ്യം വരുമ്പോഴേ, ഒരു എക്സ്പി ഫാം ഞാൻ ഇതുവരെ മര്യാദയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. ക്രീപ്പർ ഫാം ഉണ്ടാക്കുമ്പോൾ അതൊരു എക്സ്പി ഫാം ആക്കണം എന്നുണ്ട്. പക്ഷെ എന്താവും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ നോക്കിയത് ഫുള്ള് മറ്റേ ഓട്ടോമാറ്റിക്കായിട്ട് ക്രീപ്പറിനെ തട്ടുന്ന സാധനങ്ങളാണ്. നമുക്ക് ഇവിടെ എക്സ്പി ഫാം പണിയണം. അതുകൊണ്ട് അവിടെ ഒന്നുണ്ട്. നമുക്ക് താഴെയുള്ളതൊക്കെ ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റണമൊക്കെ ഇങ്ങനെ പൊട്ടിക്കാം. അതുകൊണ്ട് എടാ ഏതാ ആരുടെ ഡ്രാഗൺ തട്ടിട്ട് എടാ എവിടെയോ അതും പൊട്ടി. എടി ഞാൻ സീന് ഞാൻ സീനാണ് കേട്ടോ. സാധാരണ ഒരു പൊട്ടലില്ല. അല്ല, സാധാരണ നമ്മൾ ഉപയോഗിക്കലും കൂടി ഇല്ല എൻ്റെ വന്നു കഴിഞ്ഞാൽ. കാരണം ഞാൻ ഇത് ഫുള്ള് കയറി പൊട്ടിക്കല. ഞാൻ കയറും ഡ്രാഗൺ പൊട്ടിക്കും, ഞാൻ കയറും ഡ്രാഗൺ പൊട്ടിക്കും. ഇതാണ് പതിവ്. എന്നിട്ട് ഞാൻ നേരെ താഴുള്ളൂ. ഇതിങ്ങനെ കൊണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ തലയ്ക്ക് ഒന്ന് ചാടും. അതിന് മുമ്പ് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാം. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിക്കോടത് പൊട്ട് പൊട്ട് പൊട്ടിയില്ല. ഓക്കെ, അതും പൊട്ടി. അങ്ങനെ അതും പൊട്ടി. ഇനി നമുക്ക് അടുത്ത് പൊട്ടിക്കാം. അതുകൊണ്ട് ഇതിൻ്റെ അടിയിലോട്ടിരുന്നാൽ ഡ്രാഗനെ തട്ടാം. ശുഭം ശുഭം ശുഭം. എടാ ജസ്റ്റ് മിസ്. എന്തൊക്കെയോ താഴെ പോയിട്ടോ, എന്തൊക്കെയോ താഴെ പോയി. പോട്ടെ പോട്ടെ, പോയതൊക്കെ പോട്ടെ. എടാ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൊട്ടുമായിരുന്നു. എനിക്കറിയില്ല കേട്ടോ. ഇത് മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൂലേ? ഇതും പൊട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അയ്യോ, ഇത് താഴത്തോട്ട് അടിയുന്നത്. ഒരു സ്റ്റെയർ സെറ്റാക്കായിരുന്നു ഇവിടെ അങ്ങനെയാണെങ്കിൽ. ഇത് മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൊട്ടുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സ്റ്റെയർ സെറ്റാക്കിയിട്ട് കാര്യമില്ല. തൽക്കാലം തന്നെ ഇരിക്കട്ടെ. പൊട്ടിക്കഴിഞ്ഞാൽ ബ്ലോക്ക് കയ്യിലോട്ട് വരുമില്ലേ നോക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോയിട്ട് കുറച്ചുകൂടി ബ്ലോക്ക് എടുത്തിട്ട് വരാം. എൻ്റെ ആർമറും ടൂൾസും അവിടെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. ഇപ്പം കണ്ടന്റ് ആയിരുന്നു ക്യൂബ് പ്ലേ. ഞാൻ ഇനി ഡ്രാഗൻ ഇവിടെ വരുന്ന ടൈമിന് ഞാനിത് മാറി ഒന്ന് പൊട്ടിക്കും. അപ്പോൾ ഡ്രാഗന് ഡാമേജ് അടിക്കും. നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന് ഇപ്പം ഞാൻ കാണിച്ചതാണ്. ഓക്കെ, ഡ്രാഗന് താഴത്തോട്ട് വരട്ടെ. താഴത്തോട്ട് വരുമ്പോൾ തന്നെ ഡ്രാഗനെ ഉണ്ട്. നമ്മുടെ ആർമർ ഓക്കെ ഉണ്ട്. ഇനി നമുക്ക് ഡ്രാഗൻ നൈസായിട്ട് ഇവിടെ നിന്ന് തട്ടാം. ഡ്രാഗൺ വരുമ്പോൾ നമ്മളത് പൊട്ടിക്കുന്നു, ബാക്കി നമ്മൾ സോഡ് വെച്ചടിക്കുന്നു. അതൊക്കെ അത്രേ ഉള്ളൂ. അവിടെ ഇനിയും ഉണ്ടില്ലേ ക്രിസ്റ്റൽ. എൻ്റെ ക്രിസ്റ്റൽ നമുക്ക് ഫുള്ള് ഇവിടെ നിന്ന് പൊട്ടിക്കുക ഏതായാലും. ഒരടിയുണ്ട്. അവനൊരടി കൊണ്ടിട്ടുണ്ട്. നമുക്ക് പൊട്ടിയാം. ഓക്കെ, വേറെ എന്തൊക്കെയോ പൊട്ടണ സൗണ്ട് കേൾക്കുന്നു. അത് നമ്മൾ തുപ്പണതാണ് കേട്ടോ. അത് നമ്മളെ തുപ്പണത്. അതെന്തോ ഉണ്ടായത്? എടാ അത് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് നോക്കിയിട്ടൊന്നല്ല വെച്ചത്, ചുമ്മാ വെച്ചതാ. കറക്റ്റായിട്ട് നോക്കിക്കൊണ്ടില്ലേ. അതേതായാലും കൊള്ളാം. അടിപൊളി. അതടിപൊളി. നമുക്കിതുകൊണ്ട് ഇത് നമ്മൾ കയറി പൊട്ടിക്കേണ്ടി മിക്കവാറും. എനിക്ക് അതുകൊണ്ട് താഴത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ നൈസായിരുന്നു. നോക്കാം നമുക്ക്. അതുകൊണ്ട് അവൻ വരുമ്പോൾ നമ്മൾ നേരെ കയറിയിട്ട് ആ ബെഡ് അങ്ങോട്ട് പൊട്ടിക്കണം. അവനെന്തോന്ന് താഴത്ത് വരാത്തത്?
എന്തൊരു ഓക്കെ, അതും പൊട്ടാൻ പോണില്ല. നമുക്ക് ഏതായാലും അതിൻ്റെ മണ്ടയ്ക്ക് പില്ലർ ചെയ്ത് കയറിയിട്ട് വേണം സെറ്റാക്കാൻ. വന്നത് നമുക്ക് നമുക്ക് കൊണ്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് നീറ്റായിട്ട് കൂട്ടിക്കാം. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ഇത് പിന്നെയും പൊട്ടി. കോപ്പ് ഒരു കാര്യമുണ്ട്, നമ്മുടെ സാധനങ്ങളൊക്കെ ഇപ്പോൾ കത്തിപ്പോയി കാണും. അതെന്തോന്ന് എന്തൊക്കെയാ ഇത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിനി ഇത് ഇതിങ്ങനെ പൊട്ടിച്ച കയ്യിലും കയറൂലല്ലോ കോപ്പ്. ഒരു ചെസ്റ്റിൽ കുറച്ച് ആർമർ ടൂൾസും വെച്ചാൽ മതിയായിരുന്നു പുറത്ത്. ഒരു കാര്യമില്ല ഇതിനെ. നമ്മൾ ബ്ലോക്ക് അവിടെയും പോയി. നമ്മളെ കാര്യത്തിലൊരു തീരുമാനമുണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് പോയിട്ടുണ്ട്. അതുകൊണ്ട് കോപ്പ് അതുകൊണ്ട് ഇപ്പോൾ വരുവാൻ അടിപൊളി. ഈ നേരത്തെ മര്യാദയ്ക്ക് ആ ഡയമണ്ട് ആർമറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡ്രാഗനെയും തട്ടിയാൽ ഏറ്റവും അടുത്ത് പോകേണ്ട ടൈം ആയിട്ടുണ്ട്. എന്തുപാടി ഇത് വല്ലാത്തൊരവസ്ഥ തന്നെ. നമുക്ക് ഇവിടെ നിന്ന് കൊണ്ട് അമ്പേ തുടങ്ങി. അതുകൊണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടൂലേ? ഓക്കെ, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒരൊറ്റ ഇതും കൂടി ഉള്ളൂ. ഓക്കെ, അതും പൊട്ടി. അവന് നമുക്ക് നേരെ എടുത്ത് താഴത്തോട്ട് ചാടേണ്ടി വരും മിക്കവാറും. അയ്യോ, തുപ്പി കോപ്പ് പൊട്ടി ചത്ത്. പിന്നെയും ചത്ത്. ഇതൊരു നടക്കി പോവൂല. തോറ്റു. ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. നേരെ ബേസിൽ പോയിട്ടേ ആർമറും ടൂൾസും എടുത്തിട്ട് വരാം. അതായിരിക്കും നല്ലത്. അല്ല, നമ്മളെന്തിനാ ബേസിലോട്ട് ഓടുന്നത്? നമുക്ക് ആ ബെഡ് ഓടിച്ചിട്ട് പിന്നെയും പോയി ചത്താൽ പോരെ? പ്രശ്നം കഴിഞ്ഞില്ലേ? അത് നമ്മൾ നേരെ ബേസിലോട്ട് തന്നെ പോവുക. നേരെ സ്പോണിലോട്ട് പോയിക്കോളൂ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമ്മൾ ഇങ്ങോട്ട് കയറി. അതുകൊണ്ട് ഈ ഒരു ബെഡ് ഒട്ടിച്ച് കയ്യിലോട്ട് എടുത്തുകൊണ്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്തതാണ്. അതാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകില്ലല്ലോ. പിന്നെ നമുക്ക് മണ്ടയ്ക്ക് കയറണല്ലേ. ഇനി ഇവൻ്റെ അടി ചത്ത്. അടിപൊളി. നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ആർമറും ടൂൾസൊക്കെ എടുത്തിട്ട് റിയൽ ഫൈറ്റ് നടത്താം. ഇപ്പോൾ അടുത്ത ചാവലും കൂടി ഇവിടെ നിന്നായിരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി വാ. അതുകൊണ്ട് നമ്മുടെ കുറേ ഐറ്റംസ് അതുകൊണ്ട് നമ്മൾ ബോയ് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അത് അവിടെ തന്നെ നടക്കുന്നുണ്ട്. ഓക്കെ, അടിപൊളി ബോയ് ഇങ്ങനെ വേണം. അപ്പം നമുക്കിനി നമ്മുടെ ഡ്രാഗനെ തട്ടാൻ തുടങ്ങാം. ഇനി നമുക്ക് ഡ്രാഗനെ നല്ല മനസമാധാനമായിട്ട് തട്ടാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർമറും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. എൻ്റെ സൗണ്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. സത്യം പറഞ്ഞാൽ എൻ്റെ സൗണ്ട് എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ഇവൻ താഴെ വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കണം, അതാണ് ചൊറ പരിപാടി. കൊണ്ടുപോനെ എൻ്റെ ചെവിയൊക്കെ അടിച്ചു പോയിട്ടോ. ഇനി അങ്ങോട്ടേ ഫുള്ള് ഫൈറ്റാണ്. ഇവനൊന്ന് താഴെ വന്നിരുന്നെങ്കിൽ നമുക്ക് അത്രയും ആശ്വാസമായിരുന്നു. അതുകൊണ്ട് താഴെ വന്ന് ഞാൻ മിണ്ടാതിരുന്നവനെ തല്ല. പറത്തി നമ്മളെ പറത്തി ഗൈസ്. ഓക്കെ, മിസ്സായി. കോപ്പ് എന്തുപാടെ ഇതൊക്കെ? എടാ, എല്ലാവരും കൂടി വന്ന് കോപ്പ്. ഇതൊക്കെയാണ് എനിക്ക് ടൈം പോണത്. കോപ്പ് എനിക്കൊക്കെ ഒരു അപ്പൂപ്പൻ്റെ എന്തുപാടി കണ്ണിക്ക് നോക്കി പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉപദ്രവിക്കാൻ പാടുണ്ടോ? അതാ പോണ് ഡ്രാഗൻ. ഒരു ഇട്ട് കൊടുത്ത് കോപ്പ്. എന്തൊരവസ്ഥയാ നോക്ക്. ഡ്രാഗൻ പാലക്കാട് ചേർത്ത്. ഇനി താഴെ വരുന്നവർ ഇനിയും വെയിറ്റ് ചെയ്യണ്ടേ? രണ്ടടി കൊടുക്കട്ടെ. അത് ഇതിൽ തീർക്കാൻ പറ്റുമോ? പാറുന്നതിന് മുമ്പ് നമുക്ക് അടിച്ചടിച്ച് തീർത്താൽ ചാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും. ചാവ് ചത്തില്ല. ഇല്ല, കഴിഞ്ഞ് ഇനിയുണ്ട്. ഓരോ കൂടി ഉണ്ട്. അതിൽ നമുക്ക് അടിച്ചു തീർക്കാം. വല്ലാത്തൊരവസ്ഥ. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ കയറി ഒളിച്ചിരിക്കുക. ഇനി അവൻ വരുന്നത് വരെ ഇനിയും വെയിറ്റ് ചെയ്യണം. അയ്യോ, എവിടെ
മണ്ടയ്ക്കോടൊക്കെ പാറിപ്പോയോ? അടിപൊളി. ഞാൻ ആരെയോ നോക്കി. ഇവനിപ്പോ വന്ന് നിന്നെ തീർക്കും. ഇവനിപ്പോ വന്ന് നമ്മളെ തീർക്കും. അതിൻ്റെ ഇടയ്ക്കൊന്ന് കരണ്ടും പോയി. കോപ്പ് അവളുടെ ഡ്രാഗൻ. ആഹാ, എന്ത് രസം ഇങ്ങനെ നോക്കിയിരിക്കാൻ. നല്ല രസം. ആഹാ, നോക്കിയിരിക്കേണ്ട താമസം. ഞാൻ മിണ്ടാതിരിക്കുക, അതായിരിക്കും നല്ലത്. പറത്തി വിട്ട് എൻ്റെ പൊന്നോ. എടാ, മിസ്സായി. കുറച്ചുകൂടി അടി കൊടുത്താൽ മതിയായിരുന്നു. കുറച്ചടി. ആക്സല്ല സോഡ്. എൻ്റെ പൊന്നോ, സൗണ്ടാണ് സഹിക്കാൻ പറ്റാത്തത്. ഡ്രാഗൺ വന്ന് നൈസായിട്ട് പോയി ഡ്രാഗനെ തട്ടാം. അപ്പോൾ നമുക്ക് സൈലൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും. കൊടുക്കത്ത സൗണ്ടാണ്. അയ്യോ, ചാവ്. ചത്ത്. എന്ത് മനസ്സുഖം. എന്തൊരു മനസ്സുഖം. ഡ്രാഗനെ തീർത്തപ്പോൾ എന്താ ഒരു മനസ്സുഖം. നമുക്ക് അവിടെ പോയിട്ട് എക്സ്പി ഫുള്ള് കളക്ട് ചെയ്യാം. അയ്യോ, കുറേ എക്സ്പി ഫോണിലോട്ട് പോയിട്ടുണ്ടാവാനും ചാൻസ് ഉണ്ടല്ലേ. ബെഡ് പൊട്ടിച്ച് നമുക്ക് കണ്ട് ചാടിയാൽ മതിയായിരുന്നു. നമുക്കിനി നേരെ നമുക്ക് ഡ്രാഗൻ്റെ എഗ്ഗും കളക്ട് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ കുറച്ച് ബ്ലോക്ക് വേണം. ബ്ലോക്ക് എടുത്ത് അതുകൊണ്ട് ഇനി ഇവിടെ കവർ ചെയ്തിട്ട് ആ ടോർച്ച് പൊട്ടിക്കണം. അല്ലാണ്ട് ടോർച്ച് ചിലപ്പോൾ അതിലോട്ട് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സ്പോണിലോട്ട് ചാടാതെ പുറത്തുതന്നെയല്ല ചാടി. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്പോണിലോട്ട് ചാടിപ്പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും സെറ്റ്. ഇനി നമ്മൾ അതുകൊണ്ട് ഇത് പൊട്ടിക്കുമ്പോൾ നമ്മുടെ ഡ്രാഗൺ എഗ്ഗ് നേരെ നമ്മുടെ കയ്യിലോട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റും കിട്ടി. ഇനി നമുക്ക് നേരെ അതിലോട്ടെടുത്ത് ചാടല്ലേ. കഴിഞ്ഞല്ലോ, നമ്മുടെ പരിപാടി കഴിഞ്ഞില്ലേ. നമുക്ക് പിന്നൊരു എപ്പിസോഡിൽ വന്നിട്ട് എലക്ട്ര കണ്ടുപിടിക്കുക. മിക്കവാറും അടുത്ത എപ്പിസോഡിൽ തന്നെ വന്നിട്ട് അവനെ എലക്ട്ര കണ്ടുപിടിക്കുക. അപ്പോൾ ടാറ്റ. ഇതൊക്കെ സ്കിപ്പ് അടിച്ച് പോവാം. ഓക്കെ, നമ്മളതുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ടെടുത്ത് ചാടണോ? നമ്മളങ്ങനെ നമ്മുടെ ബേസിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഡ്രാഗൺ ഫൈറ്റ് നമ്മൾ കോപ്പർ മറ്റേ ആർമറും ടൂളും വെച്ച് നടത്താൻ നോക്കി, പക്ഷെ നടന്നില്ല. നമ്മളത്രയ്ക്ക് പ്രോ ഒന്നും ആയിട്ടില്ല. അപ്പം ഇനി പ്രോ ആയി കഴിയുമ്പോൾ നമ്മൾ വന്നിട്ട് നമ്മൾ ഇനിയും ഇതുപോലെ തന്നെ ഫൈറ്റ് എടുക്കുന്നതായിരിക്കും. നമ്മുടെ ബേസ് കൊണ്ട് ആ സൈഡിലോട്ടല്ലേ? അതെ, ഈ സൈഡിലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നിങ്ങൾ പോയിട്ട് പിന്നെ അടുത്ത എപ്പിസോഡിലാണ്. ഇതുവരേക്കും ടാറ്റ.